ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് EVA ആണ്, ഇക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ കമ്പ്യൂട്ടേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ നോക്കുമ്പോൾ അതിൻ്റെ ഫോർമുല നോക്കണം. ഫോർമുല എന്താണ്? ഇക്കണോമിക് വാല്യൂ ആഡഡ് ഈക്വൽസ് നോ പാർട്ട് മൈനസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നോ പാർട്ട് മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. രണ്ട് തരത്തിലുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷന് 3 കോമ്പണൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ ഇസ് നോ പാർട്ട്, ദെൻ ഇസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നോ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സിന് ശേഷമുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് എന്ത്? നോ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഇക്വിറ്റിയും അതേപോലെ ലോങ് ടേം ഡെപ്റ്റും ചേർന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് മൊത്തം ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ വെയ്റ്റ് ചെയ്ത കോസ്റ്റാണ് എന്ത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കോമ്പണൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ മെയിൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ആദ്യം നമുക്ക് നോ പാർട്ട് കണ്ടുപിടിക്കണം, ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് മൊത്തം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു മെയിൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് EVA കിട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇതിൽ നോക്കുക നോ പാർട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോ പാർട്ട് എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ. അപ്പോൾ ഇത് ഏകദേശം എബിറ്റിന് സിമിലർ ആണ്. എബിറ്റിന് സിമിലർ ആവണമെങ്കിൽ എങ്ങനെയാവണം? എബിറ്റിന് എന്ത് ചെയ്യണം? ടാക്സ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? EBAT കിട്ടും. അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഓക്കെ, അതാണ് നമ്മളെ എബിറ്റ് ലെസ് ടാക്സിന് സിമിലർ ആണെന്ന് പറയാൻ കാരണം. ദിസ് മെഷർ ഇസ് യൂസ്ഡ് ഇൻ വാല്യൂ ബേസ്ഡ് മാനേജ്മെൻറ്റ് ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ കോർപ്പറേറ്റ് പെർഫോമൻസ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഇത് നമ്മുടെ കോർപ്പറേറ്റ് പെർഫോമൻസിന് എന്താണ് അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് വാല്യൂ ബേസ്ഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെന്താണ്? എബിറ്റിനേക്കാളും ആക്യുറേറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് നമ്മുടെ കോർപ്പറേറ്റീവ് പെർഫോമൻസിൽ കൂടുതൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, അതായത് നോ പാർട്ടിന് നമുക്ക് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാം? നോ പാർട്ടിനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോ പാർട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്. അതായത് ടാക്സ് പെർസെൻറ്റേജിലായിരിക്കും നമുക്ക് തരിക. അപ്പോൾ ഇപ്പോൾ 10% ആണ് നമുക്ക് തന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോയിൻ്റ് ആക്കി എഴുതും. അതായത് 1 എന്ത് ചെയ്യണം? 30% കുറയ്ക്കണം. 10% കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് പെർസെൻറ്റേജിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാം. പിന്നെ ഓപ്പറേറ്റിംഗ് ഇൻകം ഈസ് ഓൾസോ നോൺ ആസ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് നമുക്ക് എന്ത് പറയാം? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നോ പാർട്ട് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോ പാർട്ടിൻ്റെ കാൽക്കുലേഷൻസ് ഇങ്ങനെ ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് എന്ത് ചെയ്യാം? ഇതൊന്നും കുറച്ചാൽ മതി. അതായത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെയാണ് നോ പാർട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. For example, if EBIT is 10,000 and tax rate is 30%, calculate no part. ഇവിടെ നമുക്ക് EBIT തന്നിട്ടുണ്ട്. EBIT എത്രയാണ് തന്നത്? 10,000 ആണ് തന്നിട്ടുള്ളത് അല്ലേ. പിന്നെ ടാക്സ് റേറ്റ് നമുക്ക് തന്നത് 30% ആണ് അല്ലേ. അപ്പോൾ നമുക്കത് 30%ലേക്ക് ആക്കുമ്പം 0.3 എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് നോ പാർട്ടിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാം. എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻറ്റു നോ പാർട്ട് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻറ്റു 1 മൈനസ് ടി ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? എബിറ്റ് എന്ന് പറയുന്നത് അല്ലേ. എബിറ്റിന് നമുക്ക് പറയുന്ന വേറൊരു പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എബിറ്റ് ഇൻറ്റു 1 മൈനസ് ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എബിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10,000 ആണ് എബിറ്റ് അല്ലേ.
10,000 ഇൻറ്റു 1 ബ്രാക്കറ്റിൽ 1. ടാക്സ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 30% ആണ് ടാക്സ് റേറ്റ്. അത് നമ്മൾ ഇതിലേക്ക് എഴുതിയപ്പോൾ 0.3 ആയിട്ട് മാറി പെർസെൻറ്റേജിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ഇതായി. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. 1 മൈനസ് 0.3 എന്ന് പറയുന്നത് 0.7 ആണ് അല്ലേ? 0.7 ആണ്. അപ്പം 10,000 ഇൻറ്റു 0.7. 10,000 ഇൻറ്റു 0.7 ഈസ് ഈക്വൽ ടു 7,000. ഓക്കെ, റുപ്പീസ് 7,000 ആയിരിക്കും നമ്മൾ നോ പാർട്ട്, അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 7,000 ആയിരിക്കുന്നു. മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോ പാർട്ട് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ ബിഗിനിങ്ങിൽ ഉണ്ടാവുന്ന ഇക്വിറ്റി, അതേപോലെ ലോങ് ടേം ഡെപ്റ്റ്, ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ബേസിലായിരിക്കും നമ്മൾ അതെന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് പ്രോബ്ലത്തിൽ തരാം. ഇവിടെ നമുക്കൊരു ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്യാനുള്ള ഒരു വർക്ക് ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റുപ്പീസ് 20,000 ആണ്. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റുപ്പീസ് 20,000. ഓക്കെ, 20,000. ദെൻ നെറ്റ് ഫിക്സഡ് അസറ്റ് ഇസ് 60,000. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് എന്താണ്? ഫിനാൻഷ്യൽ പൊസിഷനിലുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്, അതേപോലെ ഫിക്സഡ് അസറ്റിൻ്റെ നെറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ മൊത്തം ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80,000 ആയിരിക്കും. ഓക്കെ, 80,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് വരിക. നെക്സ്റ്റ് നമുക്കുള്ളത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ കോസ്റ്റ് ഓഫ് ദി കമ്പനി ഇൻക്വേർഡ് ഫോർ സോഴ്സ് ഓഫ് ഇറ്റ്സ് ഫണ്ട്. അതായത് നമ്മൾ ഓരോ സോഴ്സ് ഓഫ് ഫണ്ട്, ഇപ്പോൾ നമുക്ക് ഇക്വിറ്റി ഉണ്ട്, അതേപോലെ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഡെറ്റ് ഉണ്ട്, ഇതിൻ്റെ മുകളിലൊക്കെ ഇതിനെ നമ്മൾ ഓരോ സോഴ്സ് ഓഫ് ഫണ്ട് എന്നാണ് പറയുക. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? വെയ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മളതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് വെയ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഇൻറ്റു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ, അതായത് D ഡിവൈഡഡ് ബൈ V പ്ലസ് RE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, ഇൻറ്റു E ഡിവൈഡഡ് ബൈ V. ഇതാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന ഇക്വേഷൻ. നമ്മൾ FM-ലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പ്രകാരം അല്ല പ്രോബ്ലം ചെയ്യുക. കാരണം നമ്മൾ ആ ടേബിളൊക്കെ വരച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന് ഓരോന്ന് നോക്കുകയാണെങ്കിൽ RD എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്. T എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. D എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ ത്രൂ ഡെറ്റ്. പിന്നെ V ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ആണ്. ദെൻ RE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. E എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ ത്രൂ ഇക്വിറ്റി വഴി ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ. D പറയുന്നത് ഡെപ്റ്റ് വഴി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ. ഇതിനെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുള്ളതാണ്? വേർഡ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി. ഇങ്ങനെയും നമുക്ക് പറയാം. അതേപോലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് CAPM മെത്തേഡ്, അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ FM-ലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാം. ഇവിടെ നമുക്കൊരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 14% ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 9% ആണ് തന്നത്. പിന്നെ അതിൻ്റെ വെയ്റ്റ് കൊടുത്തിട്ടുള്ളത് 65% ഡെപ്റ്റിനും 35% ഇക്വിറ്റിക്കുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്ന് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ആദ്യം ഇക്വിറ്റീൻ്റെ കേസ് എടുക്കും. ഓക്കെ, ഇക്വിറ്റീൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 40% ആണ് തന്നിട്ടുള്ളത് അല്ലേ? 40% ആണ് തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പം ഇനി അതിൻ്റെ വെയ്റ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വെയ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഇൻറ്റു എത്രയാണ്? 65% ആണുള്ളത്. ഓക്കെ,
65% എന്ന് പറയുന്നത് എത്രയാണ്? 0.65 ആണ്. അപ്പോൾ ഇതിനങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.049 എന്ന് കിട്ടും. ഇതേപോലെ ഡെപ്റ്റിൻ്റെ കേസ് എടുത്ത് നോക്കാം. ഡെപ്റ്റിൻ്റെ കേസ് ഒരു മിസ്റ്റേക്ക് വന്നു. ആദ്യം നമുക്ക് ഇക്വിറ്റീൻ്റെ കേസ് എടുക്കാം. ഇക്വിറ്റി എത്രയാണ്? 14% ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 14% ഇൻറ്റു നമ്മളതിനെ എന്ത് ചെയ്യണം? വെയ്റ്റിലേക്ക് മാറ്റണം. വെയ്റ്റ് എത്രയാണ് കോസ്റ്റിൻ്റെ തന്നത്? ഇക്വിറ്റീൻ്റെ തന്നത് 35% ആണ്. അപ്പോൾ 0.35 ആണ്. 35 എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.049 കിട്ടും. നെക്സ്റ്റ് ഡെപ്റ്റിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പം ഡെപ്റ്റ് നമുക്ക് തന്നത് 9% ആണ്. ഇൻറ്റു എത്രയാണ് വെയ്റ്റ് തന്നിട്ടുള്ളത്? 65 ആണ്. അപ്പം നമുക്കിത് ചെയ്താൽ 0.0585 കിട്ടും. ഇതാണ് നമ്മുടെ കോസ്റ്റ്. ഓക്കെ, ഓരോന്നിൻ്റെയും നമ്മൾ വെയ്റ്റഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു. കോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതിനോട് നമ്മൾ എന്ത് ചെയ്തു? വെയ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായി. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ടോട്ടലായിരിക്കും. ഇതിൻ്റെ ടോട്ടൽ എത്ര ആയിരിക്കും അപ്പം ഉണ്ടാവുക? 0.1075 ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 10.75%. ഓക്കെ, അതായത് ഇത് നമ്മൾ ആഡ് ചെയ്യുക. വെയ്റ്റഡ് കോസ്റ്റിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങളും നമ്മളിതിൽ കണ്ടുപിടിച്ചു. അതായത് നോപ്പാർട്ട് കണ്ടുപിടിച്ചു, അതേപോലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? EVA കണ്ടുപിടിക്കാം. EVA എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. EVA ഈക്വൽ ടു നോപ്പാർട്ട് മൈനസ് വാക്ക് ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് അല്ലേ? അപ്പോൾ നോപ്പാർട്ട് നമ്മൾ എത്രയായിരുന്നു കണ്ടുപിടിച്ചത്? നോപ്പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചത് 7,000 അല്ലേ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 7,000 ആണ്. ഇവിടെ നമുക്ക് ഉള്ളത് എത്രയാണ്? 10.57% ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഉള്ളത്. ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയിഡ് 80,000 അല്ലേ? 80,000 ഇത് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് എന്ത് കിട്ടുക? 9,900 കിട്ടും. ഇതാണ് നമ്മുടെ EVA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ കോമ്പണൻറ്റും കണ്ടുപിടിച്ചിട്ട് ചിലത് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തരും, പക്ഷെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള ചാർട്ടാണ്. ആദ്യം നമുക്ക് നെറ്റ് സെയിൽസ് ഉണ്ടാവും. നെറ്റ് സെയിൽസ് എന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് എബിറ്റ് കിട്ടും. ഓക്കെ, എബിറ്റ് കിട്ടും. അതൊന്നും ടാക്സ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നോപ്പാർട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു രീതിയിലാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അതിൽ ക്യാപിറ്റൽ ചാർജസ്, എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമിക് വാല്യൂ ആഡഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വരുന്ന പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കി വെച്ചാൽ കമ്പ്യൂട്ടേഷൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ, ഇക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. 3 കോമ്പോണൻസിൻ്റെ ബേസിലാണ്: നോപ്പാർട്ട്, ക്യാപിറ്റൽ എംപ്ലോയിഡ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നോപ്പാർട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചെയ്തു, നെക്സ്റ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെൻ എന്താണ് EVA നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതതിൻ്റെ സ്റ്റെപ്പുമാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ EVAൻ്റെ കാൽക്കുലേഷൻസ് തന്നെ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഉള്ളതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. താങ്ക് യു.